ഗൈസ്, നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ. നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു ഷോപ്പിംഗ് മോൾ എന്തോ ആണ്, അതിൽ കൂടെ നടന്നു വരികയാണ്. അപ്പോൾ ഒരു ആരാധകനായിരിക്കണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. പുള്ളിക്കാരൻ അടുത്ത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം എന്താ പറയാ, ഇപ്പൊ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഓക്കെ. ഇത് ഒരു സിനിമാ നടനെ കണ്ടു എന്ന് വെച്ചിട്ട് അയാളുടെ മൂക്കിന്റെ തുമ്പത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുക അല്ലെ വീഡിയോ എടുത്ത് ആർക്കാ ഇഷ്ടപ്പെടുന്നത്? ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഈ ഒരു വീഡിയോ പബ്ലിക് ആയതിനു ശേഷം ഒരുപാട് ആൾക്കാർ ഇത് നെഗറ്റീവ് സൈഡും പറയുന്നുണ്ട്, പോസിറ്റീവ് സൈഡും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് വ്യക്തികളുടെ ഭാഗത്തു നിന്നും നോക്കുമ്പോഴത്തേക്കും രണ്ട് വ്യക്തികളുടെ ഭാഗത്തും ന്യായങ്ങളുണ്ട്. ഇപ്പൊ ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിമുകുന്ദന്റെ ആ ഒരു വരവ് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു ടെൻഷനിൽ നടന്നു വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ ഒരുത്തൻ ചെന്നിട്ട് മൂക്കിന്റെ തുമ്പത്തല്ലേ മുഖത്തിന് ഇപ്പൊ മുട്ടും മുട്ടില്ല എന്നുള്ള രീതിയിൽ ഫോട്ടോയോ വീഡിയോ എന്തോ എടുത്തു. അത് ഇഷ്ടപ്പെടുവോ? ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഉണ്ണിമുകുന്ദൻ എന്ത് ചെയ്തു? ആ ഒരു ദേഷ്യത്തിന് ആ ഒരു ഫോട്ടോ അങ്ങോട്ട് മേടിച്ചിട്ട് പോക്കറ്റിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നടന്നുപോയി. പിന്നെ കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോ ഫോൺ തിരിച്ചു കൊടുത്തു. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഹോ ഉണ്ണിമുകുന്ദൻ എന്തോ അവൻ വലിയ നടനായതുകൊണ്ട് ഇങ്ങനെ കാണിച്ചതല്ലേ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുറെ അധികം ആൾക്കാർ ഇതിൽ നെഗറ്റീവ് സൈഡും പറയുന്നുണ്ട്, പോസിറ്റീവ് സൈഡും പറയുന്നുണ്ട്. ഇനി ഈ ഒരു പയ്യന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കുക. ആ പയ്യൻ നോക്കുമ്പോ ആ സിനിമാ നടൻ എന്താ പറയാ, ഉണ്ണിമുകുന്ദൻ വരുന്നു. അപ്പൊ ഫോട്ടോ എടുക്കാൻ ഒരു അവസരം കിട്ടി, അല്ലെ വീഡിയോ എടുക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ കിട്ടിയ അവസരം പുള്ളി അങ്ങോട്ട് നല്ല രീതിയിൽ മുതലാക്കിക്കൊണ്ട് ആ ഒരു ഫോട്ടോ അങ്ങ് എടുക്കാനായിട്ട് നല്ല എന്താ പറയാ അടുപ്പിച്ച് അങ്ങോട്ട് ഫോട്ടോ അങ്ങോട്ട് എടുത്തു. അപ്പൊ അത് എന്താ പറയാ, പുള്ളിയുടെ സ്ഥാനത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു നടനെ കണ്ടു, ഒരു അവസരം കിട്ടി ഫോട്ടോ എടുക്കാനായിട്ട്, അത് വേണ്ട വിധത്തിൽ പുള്ളി അങ്ങോട്ട് വിനിയോഗിച്ച്. പുള്ളിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ രണ്ടുപേരുടെ ഭാഗത്തും ന്യായങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ രണ്ടുപേരുടെ ഭാഗത്തും ചെറുതായിട്ടുള്ള മിസ്റ്റേക്കുകളും സംഭവിച്ചിട്ടുണ്ട്. നമുക്കിതിൽ രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഉണ്ണിമുകുന്ദനെയും കുറ്റം പറയാൻ പറ്റത്തില്ല, ഈ ഒരു പയ്യനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. എന്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. ഉണ്ണിമുകുന്ദന് ഭയങ്കര അഹങ്കാരമാണ്, മാർക്കോ സിനിമ വിജയിച്ചതിന്റെ ജാടയാണ്, അങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം ആൾക്കാരുണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് കുറെ എണ്ണങ്ങൾ ഇങ്ങനെ കച്ച കെട്ടിയിരിപ്പുണ്ട്. ആ ഒരു ഗണത്തിൽപ്പെട്ട ആൾക്കാർ ഉണ്ണിമുകുന്ദനെ അങ്ങോട്ട് എടുത്തലക്കി. പക്ഷെ ഇപ്പുറത്ത് കുറച്ചധികം ആൾക്കാർ ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു പയ്യനെ, അതായത് അവൻ അങ്ങനെ വീഡിയോ എടുത്താൽ അങ്ങനെ ഫോട്ടോ എടുത്താൽ തികച്ചും തെറ്റ് തന്നെയാണ്. കാരണം ഒരാളുടെ എന്താ പറയാ അടുത്തേക്ക് ചെന്നിട്ട് ഫോട്ടോ എടുക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് ന്യായം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ രണ്ടുപേരുടെ ഭാഗത്തും ചെറുതായിട്ടുള്ള തെറ്റുകൾ ഉണ്ടായിരുന്നു. ഉണ്ണിമുകുന്ദൻ ഒന്ന് ചിന്തിക്കാമായിരുന്നു, അയ്യോ ഞാനൊരു സിനിമാ നടനാണ്, അപ്പോൾ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഓടി വരും, അല്ലെ ഫോട്ടോസ് എടുക്കും, അത് സർവ്വസാധാരണമാണ്. അപ്പോൾ ആ ഒരു പയ്യൻ അവിടെ വലിയ ആൾത്തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, ആ ഒരു പയ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പയ്യൻ ചെന്ന് ഫോട്ടോ എടുത്തപ്പോഴത്തേക്കിനും അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇത് കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എടുക്കണ്ടെന്ന് പറയായിരുന്നു. ഇത് അങ്ങോട്ട് ദേഷ്യത്തിന് അങ്ങോട്ട് ഫോൺ മേടിച്ച് വെച്ചപ്പോഴത്തേക്കും അത് കാണുന്നവർക്ക് തോന്നും ഇവൻ എന്താ അഹങ്കാരിയാണ്. സാധാരണക്കാരന്റെ ഒരു കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ കാണിച്ചത് കുറച്ച് തെറ്റായിട്ട് നമുക്ക് തോന്നും. എങ്കിൽ ആ ഒരു പയ്യന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കിനും അവൻ കാണിച്ചത് തെറ്റ് തന്നെയാണ്. ഒരാളുടെ അടുത്ത, അതും അവരൊരു സെലിബ്രിറ്റിയാണ്, അല്ലെ ഒരു സിനിമാ നടനാണ്. അപ്പൊ അയാള് അതിലുപരി പുള്ളി ഒരു മനുഷ്യനാണ്, പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പൊ പുള്ളി ഇങ്ങനെ നടന്നു വരുന്നത്തേക്കിനും ഫോട്ടോ എടുക്കുക, അതിലൊന്നും തെറ്റില്ല. പക്ഷെ അയാളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അയാളുടെ ഇപ്പൊ മുഖത്ത് മുട്ടും എന്നുള്ള, അല്ലെ ഫേസിൽ ഇപ്പൊ തന്നെ മുട്ടും എന്നുള്ള രീതിയിൽ ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കും, അല്ലെ മൊബൈല് ഇപ്പൊ തന്നെ മുട്ടും എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് അത് ആർക്കാണേലും ഇഷ്ടപ്പെടത്തില്ല. അവിടെ ഇപ്പോ ഉണ്ണിമുകുന്ദനാണേലും വേറൊരു നടനാണെങ്കിൽ ചിലപ്പോൾ അത് തട്ടി തൂരയിട്ടേനെ, അങ്ങനെയൊക്കെ ചെയ്തേനെ. പക്ഷെ ഉണ്ണിമുകുന്ദൻ അത് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചൊരു ഇതോടുകൂടി അവർ ഫോൺ മേടിച്ച് പോക്കറ്റിലിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫോൺ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ രണ്ട് ഭാഗത്തും ഇവരുടെ ഭാഗത്തും ന്യായമുണ്ട്, ചെറുതായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. എന്തായാലും ഈ ഒരു വീഡിയോ എടുത്തു വെച്ച് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ണിമുകുന്ദൻ അഹങ്കാരം കൂടി മറ്റതാണോ മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു അഹങ്കാരത്തിന്റെയോ അല്ല വലിയൊരു സെലിബ്രിറ്റിയുടെ ആ ഒരു ഇതല്ല പുള്ളി കാണിച്ചത്. ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് വേണ്ടേ ഫോട്ടോസ് ആണെങ്കിലും അല്ലെ വീഡിയോസ് ആണെങ്കിലും എടുക്കാൻ ചെല്ലണ്ടേ? ഇത് ഒരുമാതിരി ഇപ്പൊ ഉണ്ണിമുകുന്ദന്റെ ഫേസിൽ കൊണ്ട് ഫോൺ ഇടിക്കുമെന്നുള്ള രീതിയിലാണ് ആ ഒരു പയ്യൻ എടുത്തത്. പിന്നെ ആ ഒരു പയ്യൻ ഒരു പക്ഷെ ആ ഒരു ഉണ്ണിമുകുന്ദനെ കണ്ടപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അല്ലെ ആ ഒരു സന്തോഷം കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ശ്രമിച്ചതായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് രണ്ടുപേരുടെ ഭാഗത്തും ന്യായമുണ്ട്, എന്നാൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും ഉണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ തോന്നിയത്. ഇതിവിടെ ഇപ്പൊ ഉണ്ണിമുകുന്ദൻ അഹങ്കാരം കാണിച്ചു എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പയ്യനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും എന്റെ ഒരു കാഴ്ചപ്പാടിൽ രണ്ടുപേരുടെ ഭാഗത്തും ന്യായമുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും ചെറുതായിട്ടുള്ള മിസ്റ്റേക്കുകളും ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്, ഉണ്ണിമുകുന്ദൻ കാണിച്ച അഹങ്കാരമാണോ? നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്.
കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്.